പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം പരിച്ഛേദനം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് പരിച്ഛേദനം ചെയ്യുന്നില്ല. രണ്ട്, ഒന്നാമത്തെ ജെറുസലേം സുനഹദോസിൽ യേശുവിൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ അപ്പസ്തോലന്മാരായിട്ടുള്ള യൂദാസ് ഒഴികെ ബാക്കി 11 പേരും ഉണ്ടായിരുന്ന ആ ജെറുസലേം സുനഹദോസിൽ അവിടെ എടുത്തൊരു തീരുമാനമായിരുന്നു, ഇനി തങ്ങളുടെ പിതാക്കന്മാർ വഹിച്ച ഈ നുകം ഇനി ക്രിസ്ത്യാനികളായിട്ട് വരുന്ന വ്യക്തികൾക്ക് അത് വേണ്ട എന്ന് പറയുന്നൊരു തീരുമാനം ആ സുനോദോസിൽ എടുത്തിട്ടും എന്തുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ശിഷ്യനായിട്ടുള്ള തിമോത്തിയോസിനെ തൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ എന്തുകൊണ്ട് പരിച്ഛേദനം ചെയ്തു എന്നീ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാത്തിന് ഇതാ ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിൻ്റെ 99-ാമത്തെ വയസ്സിൽ ദൈവം വിളിക്കുന്നു. ദൈവവും അബ്രഹാമും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ദൈവം കുറേ അനുഗ്രഹങ്ങൾ അബ്രഹാത്തിനും അബ്രഹാത്തിൻ്റെ സന്തതികൾക്കുമായിട്ട് കൊടുത്തു. എന്നാൽ ദൈവം ഈ അബ്രഹാത്തോടും അബ്രഹാത്തിൻ്റെ സന്തതികളിൽ നിന്ന് ഈ ഉടമ്പടിയുടെ അടയാളമായിട്ട് അവരുടെ ശരീരത്തിൽ പരിച്ഛേദനം എന്ന കർമ്മം നിർവഹിക്കണമെന്ന് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ 17-ന്റെ 10 വായിക്കുന്നത് ഇങ്ങനെയാണ്: നീയോ നിന്റെ കുടുംബത്തിൽ പറന്ന നിന്റെ ആൺമക്കളോ അതോ നിന്റെ കൂടെ വസിക്കുന്നവരോ പരദേശിയോ ആരുമായിക്കോട്ടെ, 8-ാം ദിവസം പൂർത്തിയായ ഏതൊരു പുരുഷനും ഇത് പരിച്ഛേദനം ചെയ്യണം. അത് ഞാനും നീയും തമ്മിലുള്ള ഈ പറയുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ് എന്നവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായതിനു ശേഷം കൂടിയ ജെറുസലേം സുനഹദോസിൽ അപ്പസ്തോലന്മാർ ചേർന്നൊരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ പിതാക്കന്മാർ വഹിച്ചുകൊണ്ടിരുന്ന ഈ നുകം ഇനി ഈ പുതിയതായിട്ട് ക്രിസ്ത്യാനികളാകുന്ന വിജാതീയരായിട്ടുള്ള യഹൂദര ആരും ആയിക്കോട്ടെ, അവരൊന്നും വഹിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം അവർ എടുക്കുന്നതായിട്ട് അപ്പസ്തോല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പസ്തോല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 1-2 വചനം ഭാഗം വായിക്കുമ്പോൾ ഈ ജെറുസലേം സുനോദോസ് നടക്കുന്ന ഈ സ്ഥലത്ത് ഇത് യഹൂദയിൽ നിന്ന് വന്ന ചില യഹൂദന്മാർ അവർ പറഞ്ഞു, നിങ്ങൾ അബ്രഹാത്തിൻ്റെ ആ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ പരിച്ഛേദന സ്വീകരിക്കുന്നില്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു പഠനം അവരവിടെ വെച്ചു. അവരോട് അപ്പസ്തോലനായ പൗലോസും ബർണബാസും എല്ലാം എതിർക്കുന്നതും ഡിഫെൻഡ് ചെയ്യുന്നതും ഡിബേറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സുനഹദോസിൽ ഒരു ശക്തമായ തീരുമാനമെടുത്തു. ഇനി ഈ നുകം നമ്മൾ വഹിക്കേണ്ട കാര്യമില്ല, ക്രിസ്ത്യാനി പരിച്ഛേദനം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് പരിച്ഛേദനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് അപ്പസ്തോലനായ പൗലോസാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് വചനം വായിക്കാം. കൊളോസോസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. അപ്പസ്തോലൻ പറയുകയാണ്, അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമെല്ലാം ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ഇവിടെ പറയുകയാണ്, കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം എന്ന് പറയുന്നത് ശരീരത്തിൽ നടക്കേണ്ടതല്ല, അത് ഹൃദയത്തിൽ നടക്കേണ്ടതാണ്. ഒരുവന്റെ ശരീരത്തിൽ ഈ പറയുന്ന അഗ്രചർമ്മം ഛേദിച്ചുകൊണ്ട് ഒരു പരിച്ഛേദന കർമ്മം നടത്തിയിട്ട് കാര്യമില്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മൾ പഴയ നിയമം തുടങ്ങി വായിക്കുമ്പോഴത്തേനും ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം അതുതന്നെയാണ്. ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ ആ ചിന്തകൾക്ക് അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവത്തിന് അവന് അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു മാനസാന്തരം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും കൽപ്പന കൊടുക്കുമ്പോഴും ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം ഇതായിരുന്നു. അവരെപ്പോൾ ഒരു മനസ്താപമില്ലാതെ വെറുതെ കർമ്മങ്ങൾ ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യാൻ തുടങ്ങിയോ അന്നു മുതൽ ദൈവം അവരുടെ കാഴ്ചകളും ബലികളിലും ഒന്നും പ്രസാദിക്കാത്തതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്, എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് അവനിൽ നിങ്ങളും പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. ആരിൽ? യേശു ക്രിസ്തുവിൽ പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. അത് എങ്ങനെയാണ്? നമുക്കറിയാം, യേശു ക്രിസ്തു ഭൂമിയിലോട്ട് കടന്നു വരുന്നപ്പോൾ ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചു. 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെടണമെന്ന മോശയിലൂടെ ദൈവം തന്നെ കൊടുത്ത, യേശു തന്നെ കൊടുത്ത കൽപ്പന, ആ കൽപ്പന യേശു തന്നെ അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള കൽപ്പനാനുസരണം യേശുവിലൂടെ സംഭവിച്ചതിന് ശേഷം മാത്രമാണ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായത്. അതല്ലെങ്കിൽ എല്ലാ പ്രമാണങ്ങളും അനുസരിച്ചിട്ടാണ്, ഒരു കുറ്റമറ്റ കുഞ്ഞാടായിട്ടാണ് യേശു ക്രിസ്തു അറക്കപ്പെടുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിയായി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായി മാറുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവുമായി ഒട്ടിച്ചേരുകയാണ്.
അങ്ങനെ ഒട്ടിച്ചേരുന്ന സമയത്ത് നമുക്ക് പിന്നീട് വേറൊരു പരിച്ഛേദനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി പരിച്ഛേദനം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇവിടെ പരിച്ഛേദനം സ്വീകരിക്കാത്തത്. അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ട് തിമോത്തിയോസിനെ തൻ്റെ പ്രേക്ഷിത യാത്രയിൽ കൂടെ കൂട്ടുവാനായിട്ട് ആഗ്രഹിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ലിസ്ത്ര, ഇക്കോണിയം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതാ ഈ തിമോത്തിയോസിനെ കുറിച്ച് നല്ലൊരു മതിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സഹോദരന്മാരുടെ ഇടയിൽ, വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരുടെ ഇടയിൽ നല്ലൊരു മതിപ്പുണ്ടായിരുന്നു. കാരണം അമ്മയായിട്ടുള്ള യവനിക്കയ്ക്കും അതുപോലെ തന്നെ അമ്മാമ്മയായിട്ടുള്ള ലേവീസിനും ഇതാ ഈ പറയുന്ന ലിസ്ത്ര എന്ന ദേശത്തിൽ അവരുടെ വീട്ടിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന, ഭക്തി, വിശ്വാസം ഇവയെല്ലാം കുറിച്ച് അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർക്ക് നല്ല മതിപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഒരു റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സംസാരിക്കുന്ന ഭാഷ ലിക്കോവനിയൻ എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷ ഈ തിമോത്തിയോസിന് നല്ല കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ തൻ്റെ കൂടെ വന്ന ബർണാബാസ് ഈ സമയം ഇത് അപ്പസ്തോലനായ പൗലോസിന്റെ കൂടെ ഇല്ല. പകരം ഇത്തവണ അപ്പസ്തോലന്റെ കൂടെയുള്ളത് സീലാസ് എന്ന് പറയുന്ന മറ്റൊരു ക്രിസ്തു ശിഷ്യനാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ തിമോത്തിയോസിന്റെ ഭാഷാ പരിചയമൊക്കെ പരിഗണിച്ച് ആ സ്ഥലത്തുള്ള ഒരു ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് എല്ലാവർക്കും മതിപ്പുള്ള തിമോത്തിയോസിനെ തൻ്റെ കൂടെ കൂട്ടാനായിട്ട് അപ്പസ്തോലനായ പൗലോസ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ട് അപ്പസ്തോലൻ ഈ തിമോത്തിയോസിന് പരിച്ഛേദനം ചെയ്തു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തിമോത്തിയോസിന്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയാണ്, എന്നാൽ അച്ഛൻ ഒരു ഗ്രീക്കുകാരനാണ്. ഇങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ അത് ഏത് വിശ്വാസത്തിലാണ് പോകുക എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ശക്തി സ്വീകരിക്കാതെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ജെറുസലേം വിട്ടുപോകരുത്. ഇനി ജെറുസലേം വിട്ടുപോയാൽ നിങ്ങൾ ആദ്യം തന്നെ യഹൂദായിൽ പ്രസംഗിക്കണം, അതിനുശേഷം സമരിയായിൽ പ്രസംഗിക്കണം, അതിനുശേഷം ലോകത്തിൻ്റെ അതിർത്തി വരെയും പോയി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ അപ്പോസ്തലന്മാർ ആദ്യം തന്നെ യഹൂദന്മാരുടെ സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഹിതം അവിടെ കിടക്കുന്നതുകൊണ്ട് അപ്പോസ്തലന്മാർ എവിടേക്കോ പോയോ അവിടെയെല്ലാം സിനഗോഗ് കേന്ദ്രീകരിച്ചിട്ടാണ് ആദ്യമായിട്ടുള്ള സുവിശേഷ വേല ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദേശത്ത് വരുമ്പോൾ ഇവിടെ യഹൂദന്മാരുടെ മധ്യെ പ്രസംഗിച്ചിരിക്കണം. എന്നാൽ തിമോത്തിയോസിനെ കൂടെ കൊണ്ടുപോകുമ്പോൾ തിമോത്തിയോസിന്റെ അച്ഛൻ ഒരു ഗ്രീക്കുകാരനാണെന്നും ഈ പറയുന്ന തിമോത്തിയോസ് ഏത് വിശ്വാസത്തിലാണെന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും അറിയുക ഒരു പരിച്ഛേദനം നടത്തിയാൽ മാത്രമേ യഹൂദന്റെ സിനഗോഗിൽ കയറി അവരോട് സുവിശേഷം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിച്ഛേദനം ചെയ്യാത്തവരെ ഒരിക്കലും അവർ സിനഗോഗിൽ കയറ്റുകയില്ല, അവർക്ക് അത് അശുദ്ധിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ ഇടയിൽ യേശു ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ അവരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അപ്പസ്തോലൻ ഇവിടെ തിമോത്തിയോസിന് പരിച്ഛേദന കർമ്മം എല്ലാവരും അറിയെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ എല്ലാവരുടെ ഇടയിൽ മതിപ്പുള്ള, പ്രാർത്ഥനയുള്ള, വിശ്വാസമുള്ള, കുടുംബത്തിൽ ചർച്ചുള്ള ഈ സഹോദരനെ, ലോക്കലായിട്ടുള്ള ഭാഷ അറിയാവുന്ന, ഈ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള, അവിടെ പരിചയമുള്ള ഈ തിമോത്തിയോസിനെ അപ്പസ്തോലൻ പരിച്ഛേദനം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്തോസ് അതിൻ്റെ 9:12 ഇവിടെ അപ്പസ്തോലൻ പറയുന്നുണ്ട്, സുവിശേഷത്തിന് യാതൊന്നും പ്രതിബന്ധമാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ അപ്പസ്തോലിനെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ വേലയ്ക്ക് യാതൊന്നും പ്രതിബന്ധമാകരുത് എന്നുള്ള ഒരു ചിന്ത അപ്പസ്തോലിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം കൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയോസിന് ഈ പരിച്ഛേദനം ചെയ്യുന്നതെന്ന് നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ഇന്ന് ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പരിച്ഛേദനം ആവശ്യമില്ല. ഹൃദയത്തിൻ്റെ മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഹൃദയത്തിൽ യഥാർത്ഥമായ മനപരിവർത്തനത്തിലുള്ള ഒരു പരിച്ഛേദനത്തിലൂടെ നമുക്ക് സത്യവിശ്വാസത്തിൽ വളരെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ്.